ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സേഫ് ആയിട്ടിരിക്കുകയാണ്, സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം സീക്രട്ട് കണ്ടുപിടിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് നന്നായി എന്ന് തോന്നിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നല്ല സൂപ്പർബ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കുറെ പേർക്ക് ഏകദേശം ഒരു 100 പേരില് ഒരു ഭൂരിഭാഗം, അതായത് എന്താ പറയാ, ഒരു പകുതി ആൾക്കെങ്കിലും നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഗ്ലോയിങ് ആയിട്ട്, അതായത് ഒരു തിളക്കം ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള തിളക്കം, ആ ഒരു തിളക്കം കിട്ടണമെന്നാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മളിന്ന് കാണാൻ പോണത് നമ്മുടെ സ്കിൻ എങ്ങനെ എന്താ പറയാ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, ഗ്ലോയിങ് ആയിട്ട് നല്ല ഗ്ലാസ് സ്കിന്നായിട്ട് വെക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഫുൾ ആയിട്ട് നമ്മുടെ സ്കിൻ ക്ലിയർ ആയിട്ട് നല്ല തിളക്കം നാച്ചുറൽ ആയിട്ട് യാതൊരു ഇല്യൂമിനേഷനോ ഒരു ഇല്യൂമിനേറ്ററോ ഒരു കാര്യങ്ങളും ഉപയോഗിക്കാണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് തിളങ്ങി നിൽക്കാനായിട്ട്, നല്ല ഗ്ലോയിങ് ആയിട്ട് നാച്ചുറൽ ആയിട്ട്, നമ്മുടെ ഫിലിം സ്റ്റാർസിനൊക്കെ സ്കിൻ കണ്ടിട്ടില്ലേ, ജസ്റ്റ് നല്ലൊരു ഷൈനിങ്ങും ഗ്ലോയിങ് ഒക്കെ ആയിട്ടിരിക്കുന്ന, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് ആയി തോന്നിയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് വരും. അതെന്തായാലും എനേബിൾ ചെയ്യെങ്കിലാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ, പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് എളുപ്പ വഴികൾ നോക്കിയിട്ട് നമ്മുടെ ട്രിക്സിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ആയിട്ടുള്ള, നമുക്ക് നൈറ്റിന്ന് തുടങ്ങാം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആക്കുക. അതായത് മേക്കപ്പ്, നമ്മുടെ സ്കിന്നിലെ പൊല്യൂഷൻസ്, ഡേർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം റിമൂവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നൈറ്റ് ഒരു ഡബിൾ ക്ലെൻസിങ് പോലെ ചെയ്യുക. അതായത് ആദ്യം നമുക്കൊരു മിസലർ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, ഒരു മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ചിട്ട്, മെയിൻ ആയിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും, എസ്പെഷ്യലി നമ്മുടെ പിമ്പിള് വരുന്ന അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് മിസലർ വാട്ടർ ആണ്. ഈ സംഭവം വെച്ചിട്ട് നമ്മുടെ സ്കിൻ ആയത് തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഒന്ന് കഴുകി കളയുക. വൈപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലത്. പോഴ്സിലത്തെ അഴുക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ തുടച്ച് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിസലർ വാട്ടറും അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു അതിന് വേണ്ടി മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ ചെറിയ കോട്ടൺ ബഡ്സ് പോലത്തെ കോട്ടൺ പാഡുകളോ, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ടവലോ, എന്തെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടവൽ അതിന് വേണ്ടി മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവാനും അതുപോലെ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ, നന്നായിട്ട് എന്താ പറയാ ആ ഒരു സ്കിന്നിലെ നമുക്ക് ആ ഒരു പിമ്പിളിനെ പ്രിവെന്റ് ചെയ്യാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനൊക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉപയോഗിക്കുന്നവർക്ക് അത് തന്നെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പിമ്പിളാണ്, നമ്മുടെ പിമ്പിൾസ് ഒന്നും മാറുന്നില്ല, നമുക്കിങ്ങനെ നാച്ചുറൽ ആയിട്ടൊന്നും ഒരു കാര്യം എഫക്റ്റീവ് ആവുന്നില്ല, ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം. ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിന്നർക്കൊക്കെ സാലിസിലിക് ആസിഡ് മിക്സ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഇതൊക്കെ നാച്ചുറലൊക്കെ വിട്ട് ആസിഡിലേക്ക് കടന്നു, വേറെ ഒന്നല്ല, നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം. നമുക്ക് എപ്പോഴും നല്ലത് നാച്ചുറൽ ആണ്. പക്ഷെ കുറെ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും നാച്ചുറൽ കാണിക്കല്ലേ, ഇടയ്ക്ക് ചേച്ചി ഇതുപോലെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റണത്. പലരും അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്തത്, വേറെ ഒന്നല്ല. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നിലാ സെർഫ്സിന്റെ ഫേസ് വാഷ് പൗഡർ ആണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എങ്കിലും അതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് മാത്രം എപ്പോഴും കാണിക്കാറില്ല, നല്ല പ്രോഡക്റ്റുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നന്നായി തോന്നിയത്. അപ്പൊ അതാണ് പറഞ്ഞത്. സാലിസിലിക് ആസിഡ് നമ്മുടെ പിമ്പിൾസിനെ, സിങ്കൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് വാഷുകൾ നമ്മുടെ പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ് ചെയ്യണം. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ വിറ്റമിൻ ഇ, സി ഇങ്ങനത്തെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സിറങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പരമാവധി നമ്മൾ വീട്ടിൽ കിട്ടുന്നത് ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ഫ്രീ ആയിരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. മറ്റേതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. വിറ്റമിൻ സി സിറം എന്ന് കാണുമ്പോൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഈ വിറ്റമിൻ സി സിറം പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഹൈഡ്രേറ്റിംഗ് ഷീറ്റ് മാസ്ക്. അതായത് വിറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് നമ്മൾ ഇത് നമ്മൾ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഷീറ്റ് മാസ്ക് അവരുടെ മസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല റിസൾട്ട് ഉള്ള കാര്യമാണ്. അവരുടെ സ്കിന്നൊക്കെ ഉണ്ട് നല്ല ഗ്ലാസ് സ്കിന്നായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് കാണാൻ പോണത് വിറ്റമിൻ സി
ഈ ഷീറ്റ് മാസ്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നത്, എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഷീറ്റ് മാസ്ക് ആദ്യം നമുക്ക് തയ്യാറാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കാണാം. എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സ്കിൻ ക്ലിയർ ആയി നല്ല ഗ്ലോയിങ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട്, ഗ്ലാസ് സ്കിന്നായിട്ട് കിട്ടാനായിട്ട് നമുക്ക് വേണ്ടേ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ നമുക്കിത് സിറം മാതിരിയും ഷീറ്റ് മാസ്ക് മാതിരിയും ചെയ്യാം കേട്ടോ. അപ്പോൾ സിറം മാതിരി ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. അതിന് പകരം നമുക്ക് ഓറഞ്ചിൻ്റെ ആ പീലുണ്ടല്ലോ, ഓറഞ്ച് തൊലി, അത് നമുക്ക് കുനുകുനുകുനാന്ന് നമുക്ക് ഈ ജെല്ലിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു രാത്രി നമ്മൾ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു സിറം ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് സിറം മാതിരി ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്യുവറായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എടുക്കുകയാണ്. ഇതുപോലെ അലോവേരയിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് നമ്മൾ ഷീറ്റ് മാസ്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു 2-3 ദിവസത്തേക്ക് തയ്യാറാക്കിയിട്ട് ഷീറ്റ് മാസ്കുകൾ ഒരു എണ്ണം കൂടുതൽ ഇതിൽ മുക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് രാത്രിക്ക് എടുക്കാൻ നേരത്ത് നമുക്ക് ഓരോ ഷീറ്റ് മാസ്ക് ആയിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഫേസിലിട്ടിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഹൈഡ്രേഷൻ ഉണ്ടല്ലോ, സൂപ്പർബാണ് റിസൾട്ട്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങും അതേപോലെ പാടുകൾ, പിഗ്മെൻറ്റേഷനും ഒക്കെ നമുക്ക് മാറും കേട്ടോ ഇങ്ങനെ സിറമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇനി ജ്യൂസ് ഓറഞ്ചൊന്നും എന്നും ഇല്ലാത്തവർക്കാണ് ഞാൻ സിറം ഉണ്ടാക്കുന്നത് പറഞ്ഞത്. അപ്പോൾ നമുക്കത് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗുളിക മാതിരി ഒരു ടാബ്ലറ്റ് മാതിരിയുള്ള ടിഷ്യൂ ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ആ ഒരു സിറമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു മാതിരിയാണ്, ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറിലാണ് നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യാണ് നല്ലത്. ആദ്യം മേക്കപ്പ് റിമൂവ് ചെയ്യുക, അതിന് ശേഷം നമ്മൾ ക്ലെൻസ് ചെയ്യുക വീണ്ടും, അത് ഫേസ് വാഷ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ സിറട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മുടെ സിറട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഫേസിൽ ഈ ഒരു സിറം വെച്ചിട്ട് നമുക്ക് ഉറങ്ങാമെന്നുള്ളതാണ്. എങ്കിലാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ജെഡ് റോളർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മസാജ് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഏജിങ് തടയാനും നമ്മുടെ സ്കിന്നിങ്ങനെ അയഞ്ഞു തൂങ്ങുന്നതൊക്കെ മാറാനായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിത് പുറത്ത് പോയിട്ട് ഇതിൻ്റെ ആ ഒരു ഹൈഡ്രേഷനും റിസൾട്ടും കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലേ, സ്കിൻ ഇങ്ങനെ ഗ്ലാസ് പോലെ തിളങ്ങും, നല്ല ഡീപ്പ് ഹൈഡ്രേഷനാണ്. നമുക്കൊരു ശരിക്കും നമ്മൾ മേടിക്കുന്ന ഒരു സിറത്തിന് പോലും ഇത്രയ്ക്ക് പവർ ഉണ്ടാവില്ല, അത്രയ്ക്ക് റിസൾട്ടാണ് നമുക്ക് കിട്ടാം. അപ്പോൾ നമുക്കിത് സിറം മാതിരിയും ഷീറ്റ് മാസ്ക് മാതിരിയും ചെയ്യാം. സ്കിൻ നല്ല സ്മൂത്ത് ആവും, നമ്മുടെ പോഴ്സൊക്കെ ടൈറ്റിനായി ഈവൻ ടോൺ ആവും, അതേപോലെ നല്ല സ്മൂത്തനിങ് ആവും, നല്ല ഗ്ലോയിങ് ആവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ഫാഷൻ ഹോൾ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ഇനി എന്തൊക്കെ ചെയ്യണം, രാവിലെ എണീറ്റ് എന്തൊക്കെ ചെയ്യണം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇപ്പോൾ എന്താ പറയാ, നമ്മളെല്ലാവരും വീട്ടിലിരുന്നല്ലേ നമ്മൾ വ്യായാമം എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനും ഇപ്പൊ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട്, കുറച്ച് അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട് തോന്നുന്നുണ്ട്. കാരണം തടി കുറച്ച് നമുക്കിങ്ങനെ റെഡ്യൂസ് ആയ മാതിരി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ആ ഒരു ഫേസും നെക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരു സ്ലിം ആയ പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, മുടങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അങ്ങനത്തെ കുറച്ച് ക്രേസ് കൂടിയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ വന്നിട്ട് നമ്മുടെ പുഷപ്പ് എടുക്കുന്ന സംഭവമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാ വരിക. ഞാനിപ്പോ ഇത് സെറ്റ് ചെയ്താ കേട്ടോ. അപ്പൊ ഇതിങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ടൈറ്റ് ആയി പോയി. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാ വരിക, നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് താഴത്ത് നമുക്ക് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിങ്ങനെ പുഷപ്പ് എടുക്കാം. ഇങ്ങനെ സംഭവം പുഷപ്പ് മീൻസ് പുഷപ്പ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മുടെ കൈ ഇതുമ്മ ക്ലാമ്പ് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൽ ബോഡി നമുക്കിങ്ങനെ എന്താ പറയുക നേരെ കിടന്നിട്ട് നമ്മുടെ കാലിന്റെ ഉപ്പിട്ടുണ്ട് തള്ളവരല്, നമ്മുടെ കാലിന്റെ തള്ളവരല് നമുക്ക് മാത്രം തള്ളവരലുമ്പോ നമുക്കിങ്ങനെ കുത്തി നിന്നിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ബോഡിക്ക് വരുന്ന ആ ഒരു ടോട്ടൽ ബോഡി പ്ലാങ്ക് ചെയ്യില്ലേ, പ്ലാങ്ക് വർക്കൗട്ട്, അപ്പൊ അത് ചെയ്യാനൊക്കെ നല്ലതാ. അപ്പൊ ഇത് ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ വയ്ക്കാം. അത്ര വലിയ എമൗണ്ട് ഒന്നല്ല, ഒരു 300 അങ്ങനെയുള്ളൂ. പക്ഷെ നമുക്ക് വെർത്താണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു ഗ്രിപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാല് സംഭവം കിടുവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. നമുക്ക് അടുത്ത പ്രോഡക്റ്റ് വേണം. അടുത്ത പ്രോഡക്റ്റ് ഇതാ ഒരു സംഭവമാണ്. ഇത് വന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ബാൻഡാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാൻഡാണ്. ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ. താഴെ പോയി. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു 4 എണ്ണം പല ടൈപ്പ് ഇട്ടാ. നമുക്ക് ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ട് ഞാൻ കാണിച്ചു തരാം.
ഇതുപോലെ ഇടുന്നത്. ഇങ്ങനെ ഇടില്ലേ നമ്മൾ, ബാക്കിൽ മുടി ബാക്കിലേക്ക് ഇടണം. ഞാൻ അങ്ങനെ കാണിച്ചത് മാത്രം ഉണ്ടാ ഇതുപോലെ നമുക്ക് ഇടണം കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഇടണമെങ്കിലൊക്കെ ഇടാം. അതിൻ്റെ കുറച്ചധികം മോഡൽസ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, അതുപോലെ യെല്ലോ, പിന്നെ ഒരു നമ്മുടെ പുലിയുടെ പോലത്തെ ഒരു സംഭവമുണ്ട്, ചെക്ക് ഉണ്ട്, പിന്നെ അതുപോലെ ഈ ഒരു ഇങ്ങനെ സ്റ്റാർ മാതിരി ഉണ്ട്, ഡോട്ട് ആയിട്ടുണ്ട്, മജന്ത, യെല്ലോ, ഗ്രീൻ, റെഡ്, പിന്നെ പ്ലെയിൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുമാതിരി ഉണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോട്ട് ആയിട്ടുണ്ട്, പിന്നെ ഈ ഒരു മാതിരി ഉണ്ട്, ഫുൾ ബ്ലാക്ക് ആയിട്ട് സ്റ്റാർ ആയിട്ടുണ്ട്. കുറച്ചെണ്ണം ഉണ്ട്, ഇത്ര എണ്ണം ഉണ്ട്. അപ്പം എണ്ണ എത്ര ഉണ്ടെന്ന് ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാനും അമ്മൂട്ടി ഇങ്ങനത്തെ ഇടാറുണ്ട്. ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുമ്പോൾ ഇടാറുള്ളൂ, പിന്നെ ഫേസ് പാക്ക് ഇടുമ്പോഴും. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. അത്യാവശ്യം ഇത്ര ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് സൂപ്പർബാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇത് ഫുള്ള് ക്ലോത്ത് ആണ്, നമുക്ക് അങ്ങനെ കേടാവൊന്നുമില്ല. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബോക്സ് ആണ്. ഈ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് മാനിക്യൂർ ചെയ്യാൻ, അതായത് നമുക്ക് നമ്മുടെ നെയിൽസ്, നമ്മുടെ നഖങ്ങളുണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ ഒരു സെറ്റാട്ടോ വരുന്ന മാനിക്യൂർ ബോക്സ്. ഇതിൽ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ്. സെപ്പറേറ്റ് നമ്മുടെ കൈകാലുകളൊക്കെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടണം, നല്ലതാണ്. ഇത് എല്ലാ ടൂൾസും ഉണ്ട്. സംഭവം നമുക്ക് എല്ലാ ടൂൾസും നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. സകലവിധ ടൂൾസും ഉണ്ട്. അപ്പോൾ ഇത് സംഭവം ഇതാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ നമുക്ക് എന്താ പറയാ, ക്ലീനപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ക്ലീനപ്പ് ചെയ്യാനുള്ള ടൂൾസ് ആണ് കേട്ടോ. ഫേസിൽ ക്ലീനപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിലും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു അടുത്ത സംഭവം. എല്ലാം ഉണ്ട്. ഒരു എത്ര ടൂൾസ് ഉണ്ട്? 1 2 3 4 5 5 ടൂൾസ് ഉണ്ട്. നമുക്ക് പിമ്പിൾസ് മാറ്റാൻ, പിമ്പിൾസ് എടുക്കാനും റിമൂവ് ചെയ്യാനും, അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട്, അതേപോലെ നമുക്ക് ചെറിയൊരു നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആയില്ല, അങ്ങനത്തെ ഒരു സംഭവം. അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ കൂടിയിട്ടുള്ളതാണ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ആപ്പിൾ സൈഡർ വിനിഗർ ആണ്. ഇത് വിട്ടിട്ട് ഒരു കളിയില്ല. ഇതിപ്പോ ഞാനിപ്പോ ഒരു 4-5 മേടിക്കുന്നത്. ഇത് 4-ാമത്തെ 5-ാമത്തെയാണ്. ഇപ്പൊ 2 ഒരുമിച്ച് മേടിച്ചാണ്. അപ്പൊ ഇത് ഞാൻ നമ്മുടെ സ്കിന്നിന്, ഹെയറിന്, നമുക്ക് ഉള്ളിലേക്കൊക്കെ നമുക്ക് നല്ല കേട്ടോ. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു അളവ് വെച്ചിട്ട് കഴിക്കാം. പിന്നെ ഇതൊരു ചില്ല് ബോട്ടിലാണ്, പൊട്ടും. അതേപോലെ ഇത് വന്നിട്ട് ഓർഗാനിക് ആണ്, റോ അൺഫിൽറ്റേർഡ് ആപ്പിൾ സൈഡർ വിനിഗർ ആണ് കേട്ടോ, വിത്ത് ദ മദർ. ഇപ്പൊ 2 ഉണ്ട് കേട്ടോ. ഇത് 2. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഞാനൊരു നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചിട്ടേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് പറഞ്ഞാല് നമുക്ക് ഈ മൂക്കൊക്കെ സ്ലിം ചെയ്യില്ലേ, അതായത് നമ്മുടെ നോസ് സ്ലിം ചെയ്യുന്ന സംഭവം അതാണ്. അപ്പൊ അത് 2 സെറ്റായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് സംഭവം. ഇപ്പൊ 2 വന്നിട്ടുണ്ട്. മൂക്കിങ്ങനെ വളഞ്ഞു പോണവർക്കും അതുപോലെ തന്നെ നോസ് സ്ലിം ആവാനൊക്കെ ആയിട്ടേ. ഇതാണ് ആദ്യത്തെ. പിന്നെ അടുത്തത് വന്നിട്ട് ഇതായത്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. മൂക്കിങ്ങനെ തടിച്ച് വരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന, നമുക്ക് ഇങ്ങനെ വെച്ചിട്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ എന്റെ മൂക്ക് ഓൾറെഡി സ്ലിം ആണ്. പക്ഷെ ഞാനിത് എന്താ പറയാ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വന്നോട്ടോ. മൂക്ക് ഇങ്ങനെ ഞെക്കി പിടിച്ചപ്പോഴേ സൗണ്ട് വേറെ നമ്മുടെ സൗണ്ട് എന്താ പറയാ, സൗണ്ട് നോമര പോലെയായി. കണ്ടത് സ്ലിം ആവാനുള്ളതാ. മൂക്ക് ഈ ഭാഗം ഇങ്ങനെ വിടർന്ന് നിൽക്കില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒതുങ്ങാനായിട്ട് നല്ലതാണ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ഞാൻ അമ്മയ്ക്ക് മേടിച്ച കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ തള്ളവരല്, ചിലവരെ കണ്ടിട്ടില്ലേ, തള്ളവരലിങ്ങനെ തള്ളവരലിൽ കാലിന്റെ അതിങ്ങനെ വളഞ്ഞു നിൽക്കും ഒരു മാതിരി ഇതിങ്ങനെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഒരു വളവ് മാറ്റിയിട്ട് നമ്മുടെ തള്ളവരല് നമുക്ക് കറക്റ്റ് നേരേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് അങ്ങനെ നേരെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഇതൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. പിന്നെ അതിന്റെ കൂടെ ഇവിടെ ഒരു സിലിക്കോൺ ആയിട്ടുണ്ട്. ഇത് കാലും ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. അമ്മയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കാലും ഇട്ടിട്ട് ഇതുപോലെയാണ് നിൽക്കുക. നമ്മുടെ തള്ളവരലിന് മാത്രമുള്ളതാട്ടോ അത്. അവിടെ ഉണ്ട്. അപ്പൊ അമ്മ 2 കാൽമയ്ക്ക് ഞാൻ മേടിച്ചിട്ട് 2 കാലിന്റെ തള്ളവരൽ ഇങ്ങനെ വളഞ്ഞിട്ട്. അപ്പൊ എല്ലാ ചെരുപ്പിടുമ്പോ പൊട്ടും. അപ്പൊ ഞാൻ ചുമ്മാ എന്തായാലും ഇത് കണ്ടാലേ, അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അമ്മയ്ക്ക് ഇത് കൊടുത്തു നോക്കാം. സംഭവം വർക്കൗട്ട് ആവണമെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേഷൻ ചെയ്യാം കേട്ടോ.
അടുത്ത പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പെഡിക്യൂറാണ് കാലിന്. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ബോറാവാറുണ്ട് കാലിന് നഖങ്ങള്. അത് നമ്മൾ എത്ര നമ്മുടെ വീട്ടിൽ ചെയ്താലും അത് ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ കാണിച്ചിരുന്നില്ലേ ഗ്രൈൻഡർ, ആ സംഭവം ഞാൻ കണ്ടു. അപ്പൊ പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി എനിക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പെഡിക്യൂർ കിറ്റ് കണ്ടപ്പോഴേ. മറ്റേന്ന് പറഞ്ഞാൽ ചേട്ടനാണ് ചെയ്തുതരാൻ. എനിക്ക് ഭയങ്കര പേടിയാണ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കാല് വേനെടുക്കാവോ ടെൻഷൻ. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഇങ്ങനെ കത്തി അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ക്ലീൻ ചെയ്യണേക്കാളും ഇതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ നെയിൽസിനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി മേടിച്ചാട്ടത്. പിന്നെ ഞാൻ മിസ്സായിട്ടോ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബണ്ണാണ് നമ്മുടെ തലയിലിടുന്നത്. സൂപ്പറായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ബണ്ണാട്ടോ. പല സൈസ് ഉണ്ട്. ഇതിലൊരു 2 കൂടി ഉണ്ടായിരുന്നു. ഇത് അമ്മൂട്ടി തലയിലിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പോം പോലത്തെ ബൺസാണ് കേട്ടോ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് പിന്നെ മേടിച്ചതാണ്. പിന്നെ കാണാൻ പോണത് 2 ടീഷർട്ടാണ്. അതായത് ഞാനിവിടെ പിക്ചർ കാണിക്കാം. ഈ ഒരു നല്ല രസമായിട്ടുണ്ട്. നമുക്ക് നല്ല ലൂസായിട്ടുള്ള, അതേപോലെ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ കുറച്ച് കയറിയിട്ടും ബാക്കിൽ കുറച്ച് ഇറങ്ങിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ടീഷർട്ട്സ് ആണ്. 2 ഉണ്ട്. ഒരെണ്ണം ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടീഷർട്ട്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഒരു റൗണ്ട് കട്ടിംഗ് ആണ് ഇതിൻ്റെ അടിയിൽ വരുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നത്തെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് ഞാൻ മിസ്സായി, ഞാനങ്ങനെ കാണിക്കാൻ വേണ്ടി, അപ്പോൾ അതാണ് ഞാൻ പിന്നീട് കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ സെയിം ഇത് വന്നിട്ട് റെഡാണ്. അതിൻ്റെ തന്നെ നമുക്കിങ്ങനെ അടിയിൽ കട്ടിങ് റൗണ്ട് ഷേപ്പ് കട്ടിങ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കുറച്ച് കയറിയിട്ടും ബാക്ക് പോർഷൻ നമ്മുടെ ബട്ടക്സ് മറിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ വെക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെയിൽ പോളിഷ് ആണ്. അപ്പോൾ ഒരു 3 കളർ കേട്ടോ. ഇത് വന്നിട്ട് 3 കളറാണ്. ഞാൻ കാണിച്ചു തരാം. സൂപ്പർബായിട്ടുള്ള നമ്മുടെ ഒരു ലൈറ്റ് കളറുള്ള കേട്ടോ. അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറല്ല, പക്ഷെ ലൈറ്റ് കളറാണ്. നമുക്ക് ചെറിയൊരു ഗ്ലോസിയാണ്. അതേപോലെ തന്നെ നല്ല കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യത്തെ ഇതാണ് കേട്ടോ. ഇതാണ്. സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ്. ഇങ്ങനെ ലൈറ്റ് കളറാണ്. തേർഡ് വന്നിട്ട് നമ്മൾ ആദ്യം കണ്ടില്ല, അതിൻ്റെക്കാളും ഒരു ലൈറ്റ് കളർ. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം, ഇത് മേടിക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയുണ്ട് നോക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല സൂപ്പർബായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും കേട്ടോ. നമ്മുടെ സ്കിൻ അത്രയും റിസൾട്ടാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല, ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് വന്നിരിക്കണം. അത്രയും നല്ല റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിരിക്കും, നല്ല സപ്പിൾ ആയിരിക്കും. അപ്പൊ ഇത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പരമാവധി നമുക്ക് എന്തെങ്കിലും ഒരു മസാജർ ഉണ്ടെങ്കിൽ, ജെഡ് റോളറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർബ് റിസൾട്ട് എക്സ്ട്രാ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അബ്സോർബ് ആയി പോകട്ടോ. നമ്മുടെ ഫേസിൽ അങ്ങനെ ഒരു സിറട്ട് ഉണ്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാതിരി നമുക്ക് തോന്നുന്നില്ല, അങ്ങനെ അബ്സോർബ് ആയി പോകും. ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. വിറ്റമിൻ സി ഒത്തിരി നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഉറങ്ങുക. പിന്നെ നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയത് എക്സ്ട്രാ നമുക്ക് പിന്നെ മോയ്സ്ചറൈസിങ്ങിന്റെ കാര്യമില്ല. നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു ടോണർ മാതിരിയും അതുപോലെ തന്നെ ഒരു സിറം മാതിരി മോയ്സ്ചറൈസിങ് കംപ്ലീറ്റ് ഒരു സ്കിൻ കെയർ ആണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ലൊരു ഫേസ് വാഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ നില സെർപ്സിന്റെ ഫേസ് വാഷ് പൗഡർ ഒത്തിരി നല്ലതാണ്. അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കാം. ഒത്തിരി നല്ലതാണ് പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള സോപ്പ് ഫ്രീ ആയിട്ടുള്ള നമുക്ക് ഫേസ് വാഷ് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടോണർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പിമ്പിൾസ് ഒക്കെ എപ്പോഴും വരുന്നവർക്ക് വിച്ച് ഹേസിൽ അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടറിന്റെ ടോണറാണ് എപ്പോഴും നല്ലത്. അതായത് നമ്മുടെ തുളസിയുടെ ടോണറിന്റെ വിച്ച് ഹേസിൽ ടോണർ, അതൊക്കെ ഒരു എക്സ്പീരിയൻസിന്റെ ഇതിൽ പറയുന്നതാണ് കേട്ടോ. ഏറ്റവും നല്ലത് എല്ലാ സ്കിൻ ടൈപ്പിന്റെ റോസ് വാട്ടർ ആണ്. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ ടോണർ അങ്ങനെ അടിക്കണം നിർബന്ധമില്ല. നമ്മുടെ സ്കിൻ ഒന്നും കൂടിയും എന്താ പറയുക ഓയിൽ കൺട്രോളും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഡ്രൈ ആവാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് അത്ര നിർബന്ധമില്ല ടോണർ. പിന്നെ കോമ്പിനേഷൻ സ്കിന്നുകാരാണെങ്കിൽ നമ്മുടെ ഓയിൽ വരുന്ന ഭാഗമില്ല, അതായത് ഈ ഒരു ഭാഗം ആ ഭാഗങ്ങളിൽ കൂടുതൽ ടോണർ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നുകാരും ഓയിലി സ്കിന്നുകാരും മസ്റ്റ് ആയിട്ട് ടോണർ ഉപയോഗിക്കാം.
അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസിങ് ലോഷൻ. ഏറ്റവും നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻസ് ഉപയോഗിക്കുക. അതായത് ഓയിലി സ്കിന്നാര്, ആക്നെ പ്രോൺ സ്കിന്നാര് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക. അതേപോലെ ഡ്രൈ സ്കിന്നാര് എപ്പോഴും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ബദാമിന്റെ ക്രീമൊക്കെ നമ്മുടെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒത്തിരി നല്ലതാണ്. ബദാം നമ്മുടെ വീട്ടിൽ DIY ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഓയിലി അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ് സീബംഡ്. ഞാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചാനൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി നോക്കാം അത് ഏതാണെന്നുള്ളത്. നമ്മുടെ ബെസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനലിൽ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു സീബംഡ് ക്ലിയർ ആക്നെ, എന്താ പറയാ അതിന് ശരിക്കും എനിക്ക് പേര് എനിക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. സീബംഡ് ക്ലിയർ ജെല്ലിനാണ് തോന്നുന്നു പേര്. അപ്പൊ അത് സൂപ്പർബാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കും. നമ്മുടെ സ്കിന്നിൽ എക്സ്ട്രാ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മുടെ പിമ്പിൾസിന് വരാതിരിക്കാനും പ്രിവെന്റ് ചെയ്യാനും ഉള്ള പിമ്പിൾസ് മാറാനും. അങ്ങനെ ഒരു ജെൽ ടൈപ്പാണ്, ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ് അത്. നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ലോക്കാക്കി വെക്കുക. ഒത്തിരി നല്ലതാണ്. ആക്നെ പ്രോൺ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിന് ചേർന്നിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമിന്റെ വീഡിയോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചാനലിലുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് SPF, അതായത് സൺസ്ക്രീൻ. ബെസ്റ്റ് സൺസ്ക്രീൻ ഉപയോഗിക്കുക. അപ്പൊ സൺസ്ക്രീൻ ഏതൊക്കെയാണ് ഇപ്പൊ നല്ല അടിപൊളി സൺസ്ക്രീൻസ് ഒക്കെ ഉള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലത്തെ പ്രശ്നങ്ങൾ മാറ്റുക. അതായത് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ്, സ്കിൻ കെയർ റുട്ടീൻ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോവുക. പിഗ്മെന്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള നമ്മൾ റുട്ടീൻസ് എക്സ്ട്രാ നമ്മൾ ഫോളോ ചെയ്ത് പോവുക. പിമ്പിൾ കറക്റ്റർ, പിഗ്മെന്റേഷൻ കറക്റ്റർ, അതുപോലെ പിമ്പിൾ മാർക്ക് കറക്റ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിക്കോട്ടിൻ, അതായത് സ്മോക്കിംഗ് ഒഴിവാക്കുക, ഡ്രിങ്കിങ്, ആൽക്കഹോൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഏറ്റവും മസ്റ്റായിട്ട് ഒഴിവാക്കുക. നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഗ്ലോയിനെസ്, നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു പുതുത്തുണ്ടല്ലോ അത് നശിപ്പിക്കുന്ന ഏറ്റവും കാര്യമാണ് ഈ ഒരു എന്താ പറയാ ഷുഗർ, പഞ്ചസാര. അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കുറഞ്ഞത് ഒരു 6 hours നല്ല സൂപ്പർബായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഫോണൊക്കെ മാറ്റി വെച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ അത്യാവശ്യം ഒരു 2 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കുക. ഏറ്റവും കുറഞ്ഞത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിൻ ഉള്ളിൽ നന്നായിട്ട് ഡീപ്പ് ഹൈഡ്രേഷൻ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മളൊരു ഗ്ലോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു മാറ്റങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലോയിങ് സ്കിന്നൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പം നമ്മുടെ സ്കിന്നിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച നമ്മുടെ സ്കിന്നിനെ നല്ല അടിപൊളിയാക്കി മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ടല്ലോ, കിടുവാണ് കേട്ടോ. പ്രത്യേകിച്ച് അതിന് വാക്കുകളൊന്നുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. സൂപ്പർ ഷീറ്റ് മാസ്ക് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് നോക്കുക. എന്നിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.